ജസ്ദ എന്തായാലും അവിടെ ഉണ്ടായ ആ വലിയ നേട്ടം, ആ മുന്നേറ്റം, അതിന്റെ ഞെട്ടൽ ഇതുവരെ എന്തായാലും തമിഴക രാഷ്ട്രീയത്തിന് മാറിയിട്ടില്ല. ഹഷ്മി, ശരിയാണ്. ഇപ്പോൾ 1-2 വർഷം മുൻപ് മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച് ഇത്രയധികം സീറ്റുകൾ നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു മുന്നേറ്റത്തെ അതിനെ ഞാൻ ഒട്ടും കുറച്ചു കാണുന്നില്ല. പക്ഷേ ഒരാശയത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ രൂപപ്പെട്ട് ആൾക്കൂട്ടത്തിലൂടെ ഉണ്ടായി മുന്നോട്ട് പോകുന്ന ഇത്തരം സംവിധാനങ്ങളോട് എനിക്ക് എല്ലാ കാലവും വിയോജിപ്പാണ് വ്യക്തിപരമായി തന്നെ. അതിന് അധികകാലം നിലനിൽക്കാനാകില്ല എന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ആം ആദ്മിയുടെ ഡൽഹിയിലെ മുന്നേറ്റം ഉൾപ്പെടെ അതിനൊരു ഉദാഹരണം കൂടിയാണ്. മാത്രമല്ല, അങ്ങനെ ഒരു ആശയധാരയിലല്ലാതെ രൂപപ്പെട്ടു വരുന്ന ഒരു സംവിധാനം, അതിനെ രാഷ്ട്രീയ പാർട്ടി എന്നതിനെ വിശേഷിപ്പിക്കാമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്ത് തന്നെയായാലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുകയും കുറച്ചു കാലം ജനങ്ങൾക്ക് ഇങ്ങനെ വാഗ്ദാനങ്ങളൊക്കെ നൽകി ആ വാഗ്ദാനങ്ങൾ നിറവേറ്റിയാൽ കുറച്ചു കാലം കൂടി അങ്ങനെ മുന്നോട്ട് പോകാം എന്ന നിലയിലേക്ക് അവർ മാറുകയും അങ്ങനെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് അതിനിപ്പുറം വീണ്ടും ഡൽഹിയിൽ ഉൾപ്പെടെ സംഭവിച്ചതുപോലെ സംഭവിക്കാം എന്നുള്ളത് തന്നെയാണ്. ഈ പുറത്ത് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിന് അവസരത്തിനായി കാത്തു നിൽക്കുന്ന ചില വർഗീയ കക്ഷികളുണ്ട്. അവർ അവിടെ ശക്തി പ്രാപിക്കുകയും ആ നിലയിലുള്ള ഇടപെടൽ അവിടെ ഉണ്ടാകുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.